ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങാം. കാരണം ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ തന്നെ കിടന്നുറങ്ങിപ്പോയി. അപ്പം ഒരിടവും പ്രത്യേകിച്ച് പോകാനില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കിൻ റൂട്ടീനൊക്കെ ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങാം. നാളെ അവധിയാണല്ലോ. അപ്പോൾ നാളെ എണീറ്റ് ലോട്ട് ഓഫ് പരിപാടീസ് ഉണ്ട്. ഐ മീൻ കുറച്ച് വർക്കൊക്കെ ചെയ്യണം കോളേജിൽ. സോ നമുക്ക് കൂടുതൽ വൈകാതെ പെട്ടെന്ന് നമുക്ക് ഞാനൊന്നും കഴിച്ചിട്ടില്ല. കോളേജിൽ നിന്ന് വന്ന പാടെ കിടന്നു തുടങ്ങിയതാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഇതാണ്. ക്ലെൻസർ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്ന. നിങ്ങൾ ഹെവി മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഡബിൾ ക്ലെൻസ് ചെയ്യുന്നതാണ് നല്ലത്. ലൈക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ വെച്ച് ഫസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഫോമിങ് ഫേസ് വാഷ് വെച്ച് ഫേസ് നല്ല കഴുകാം. ഓക്കെ, ചിലവർക്ക് ഡബിൾ ഓയിൽ ക്ലെൻസിങ് പറ്റത്തില്ല. ബിക്കോസ് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. പക്ഷേ അത് സൂക്ഷിച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്നത്. ചിലർക്ക് സ്കിന്നിന് പറ്റാത്തതാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻസിന് ചിലപ്പോൾ പറ്റത്തില്ല. ലൈക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ളവർക്ക്. നമുക്ക് ഇത് വെച്ച് ചെയ്യാം. വൈസ് ഞാൻ വെച്ച് ക്ലെൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ വാഷ് ചെയ്ത് നീക്കി. ഇത്ര എമൗണ്ടൊക്കെ എടുത്താൽ ഒരുപാടൊന്നും ഇല്ല ഫേസിൽ. മൂക്കിൻ്റെ ഇടയൊക്കെ നല്ല റബ്ബ് ചെയ്യണം. നിങ്ങളെ അങ്ങനെ മൂത്തുള്ള വെള്ളമൊക്കെ ഞാൻ തുടച്ചളയും. ഫേസിന് മാത്രമായിട്ടൊരു ടവൽ വയ്ക്കുന്നത് നല്ലതാണ്. അതാണ് വേണ്ടത് സത്യം പറഞ്ഞത്. ലൈക്ക് നമുക്ക് ബോഡി ഫേസ് വെച്ച് നമുക്ക് ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല. ലൈക്ക് മൈക്രോ ഫൈബർ ടബിൾ ഉപയോഗിക്കാൻ നല്ലതാണ്. ലൈക്ക് ദിസ്. ഓക്കെ, മിക്കതും നമ്മുടെ ഫേസിന് ബ്രേക്ക് ഔട്ട്സ് ആവാൻ കാരണം ഈ നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന തന്നെ ഫേസിൽ ഉപയോഗിക്കുമ്പോഴാണ്. ഓക്കെ, ഫസ്റ്റ് ടിപ്പ്. ഇതൊരു വീക്കെൻഡ് ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മാസ്ക് ഒന്നും ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടോണറിന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടോണർ ഇതാണ്. ഓർഡിനറിയുടെ ഇതാണ്. കുറച്ച് കയ്യിലിങ്ങനെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഫേസിലോട്ട് ഡാബ് ചെയ്യും. നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പതയാറുണ്ട്. ഞാൻ ഫാനിടകത്ത് ഫാനിൻ്റെ സൗണ്ട് ചിലപ്പോൾ കേട്ടാലെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഡ്രൈ ഔട്ടായിട്ട് നമുക്ക് അടുത്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വേറെ ടോണറും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടോണർ, മിനിമലിസ്റ്റിൻ്റെ. ഇതാണ് അടുത്ത ക്ലെൻസർ. ലൈക്ക് മിനിമലിസ്റ്റിൻ്റെ പോളിഹൈഡ്രോക്സ് ആസിഡ് ലൈക്ക് PHA 3% ഫേസ് ടോണറാണ്. പിന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ
ലൈക്ക് യൂസ് AM and PM ആണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് വീക്ക്ലി വൺസ് ഓർ ട്വൈസേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഇത് AM and PM യൂസ് ചെയ്യാം. നമ്മൾ ടൺ ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യാം. കുറച്ച് അതിലെടുത്തിട്ട് കയ്യിലെടുത്ത് നമുക്ക് ചിലർ മറ്റേ കോട്ടൺ ബാറ്റിൽ എടുത്തിട്ട് ഫേസിൽ റബ് ചെയ്യും. ബട്ട് അതിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ഉണ്ടാവും. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ടോണർ, ഇത് രണ്ടും നല്ലതാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ സ്കിന്നിന് നല്ല ബെനിഫിറ്റാണ്. എനിക്ക് വേറെ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ലൈക്ക് ദി ഓർഡിനറിയുടെ സെക്കൻഡ് ബോട്ടിലാണിത്. ഇത് നല്ലൊരു പീലിംഗ് സൊല്യൂഷനാണ്. ലൈക്ക് അറിഞ്ഞാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഇതിട്ടിട്ട് ഒരു 10 minutes അതിനപ്പുറം ഇടാൻ പാടില്ല. 10 minutes ഇട്ടിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഇടാൻ പറ്റത്തില്ല. ലൈക്ക് ആഴ്ചയിൽ 1-2 കൂടുതൽ സെൻസിറ്റീവ് ആകുന്ന സ്കിന്നാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നല്ലതാണ്. ടാൻ പോകാനൊക്കെ നല്ലതാണ്. ഞാനിത് ഒരുപാട് നാൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ലൈക്ക് ഞാൻ ഭയങ്കര മടിയുണ്ട്, എപ്പോഴും മറന്നു പോകും. ഇറ്റ്സ് എ ഗുഡ് പീലിംഗ് സൊല്യൂഷൻ. നമുക്ക് നെക്സ്റ്റ് പ്ലിക്സിൻ്റെ ഈ സെറമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് പ്ലിക്സിൻ്റെ പൈനാപ്പിൾ ഡീ പിഗ്മെൻറ്റേഷൻ സെറമാണ് QE സെറം. 2% ആൽഫ അർബിറ്റിൻ നയാസിനമൈഡ് ലൂമിഫ്ലോറ റെഡ്യൂസ് പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈക്ക് എൻ്റെ മുഖത്തിപ്പം ഉള്ളത് ലൈക്ക് പിമ്പിൾസിൻ്റെ പാട്, പിന്നെ പിമ്പിൾസ് മാത്രമേ നെറ്റിരിപ്പുള്ളൂ, പിന്നെ കുറച്ച് ടാനും. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഇപ്പം നിങ്ങൾ ന്യൂ ടു സ്കിൻ കെയർ ആണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യണ്ട. കാരണം നിങ്ങൾ ന്യൂ ടു സ്കിൻ കെയർ ആയതുകൊണ്ട് തന്നെ ചില പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചേർന്ന് പോകണമെന്നില്ല. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് മോയ്സ്ചറൈസർ, ഒരു സെറം അങ്ങനെ ഇതാക്കുന്നതായിരിക്കും നല്ലത്. ലൈക്ക് കൂടുതൽ വീര്യമില്ലാത്തത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മോഡ് ഓഫ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ആയിരുന്നുണ്ട് വീട്ടിൽ പേറ്റിൽ നിന്ന് പോയിട്ട് കുറച്ച് മണ്ണ് വെച്ചിട്ടുണ്ട്. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് റെറ്റിനോൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് റെറ്റിനോൾ ഇടേണ്ട. എൻ്റെ ഇതിങ്ങനെ ഒരു 5-6 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ഒരു 10-12 സ്റ്റെപ്പൊന്നുമില്ല. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റെറ്റിനോൾ. റെറ്റിനോൾ നൈറ്റ് ക്രീം 1% റെറ്റിനോളാണ്. റെറ്റിനോൾ ഫോർ ബിഗിനേഴ്സിനുള്ള റെറ്റിനോളാണ്. ഇംപ്രൂവ് ഫിംനെസ് ആൻഡ് മെൻസ് യൂത്ത്ഫുൾ റേഡിയൻസ്. ഇതും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ലൈക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഒരു പീ സൈസ് എമൗണ്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്ത ചോൺ ചെയ്ത ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം, നൈറ്റ് മാത്രം. സ്റ്റാർട്ട് വിത്ത് 2-3 ആപ്ലിക്കേഷൻസ് എ വീക്ക്, ഗ്രാജുവലി ബിൽഡ് ഇറ്റ് ഇൻ ടു ഡെയിലി റൂട്ടീൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് നമ്മളിപ്പം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പടയുന്ന എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഗ്രാജുവലി നമ്മുടെ സ്കിൻ അതിനോട്ട് ഇതാവുന്നെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പെട്ടെന്ന് ഒരു ബോധം വെച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ അതെല്ലാം വാങ്ങിയിട്ട് ഒറ്റയ്ക്ക് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഔട്ട്സ് മാത്രമേ വരത്തുള്ളൂ. സോ ഗ്രാജുവലി നമ്മൾ പേ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് നാളെ ഈ എന്താ നൈറ്റ് റൂട്ടീൻ ഉള്ള മെല്ലുമെന്ന് വിചാരിച്ചതാണ്. ഇത് അറിയാട്ടെ, ഇത് റീക്വലിൻ്റെ റിട്ടേൺ ക്രീമാണ്. എത്ര എടുത്തിട്ട് പോയി. ഞാനും ഈ സ്കിൻ കെയർ ഒക്കെ ഒരു 2 ദിവസത്തിനുമാണ് തുടങ്ങിയത്. 2.5 വർഷമൊക്കെ ആയിക്കാണ് സ്കിൻ കെയർ ഒക്കെ തുടങ്ങിയിട്ട്. മുമ്പ് ചെയ്യുമായിരുന്നെങ്കിലും ഏത് സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് അറിവ് വെച്ച് തുടങ്ങിയത്. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു
തരും. അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി യൂസ് ആയാലോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ക്രീം. ഞാൻ ആദ്യമായിട്ടാണ് ഐ ക്രീം യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് കൂടുതൽ റിസൾട്ട് ആയിരുന്നെങ്കിൽ ഞാൻ പറയാം ഗൈസ്. നിങ്ങൾ വാങ്ങിച്ചു. ഞാൻ ഇതിലെടുക്കുന്നില്ല. ഇത് നമ്മളെടുത്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു തണുപ്പ് കിട്ടും കണ്ണിൻ്റെ ഇടയിൽ. എനിക്ക് ജലദോഷം ഗൈസ്. ഞാൻ വന്നാണ് ഉറങ്ങിപ്പോയി. സമയം ഒരു 7 മണിയൊക്കെ കഴിക്കാം. ഇത് റൈറ്റ് ആഫ്റ്റർ എനിക്ക് ചെയ്യാവുന്നതാണ്. എന്തുവാ ടോസ്റ്റാണ്. എനിക്ക് ഡസ്റ്റെല്ലാം ചെറുണ്ടേ പെട്ടെന്ന് എനിക്ക് ജലദോഷം വരും. അതാണ് ഈ വലിച്ചു വലിച്ചിരിക്കുന്നത്. ഇതാണ് യൂസ് ചെയ്യുന്ന നൈറ്റ് ക്രീം. നല്ലൊരു സാധനമാണ്. നല്ല മണമാണ്. രക്ഷയില്ല. നൈറ്റ് വിത്ത് റെറ്റിനോൾ ആൻഡ് മൾബറി ആൻഡ് വിറ്റമിൻ സി. നമുക്ക് ഫേസിലോട്ട് ഇടുമ്പം ഭയങ്കരമായിട്ട് ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടും. രാവിലെ സ്കിൻ കെയർ ചെയ്യണം, നൈറ്റും സ്കിൻ കെയർ ചെയ്യണം. നിങ്ങളെല്ലാം എന്ത് സാധനം വാങ്ങിച്ചാലും ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം പ്ലീസ്. അല്ലെങ്കിൽ പണി കിട്ടും. ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മോയ്സ്ചറൈസറും കൂടി ഇട്ട് എഴുതണം. ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ പറയാം. ഇതൊരു 2 വീക്ക് ആവട്ടെ, അതിന് ഞാൻ പറയാം. നല്ലല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കതിനുമ്പേ ഞാൻ വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അതിനുമ്പോൾ ലൊബല്ലോ എന്ന് പറയുന്ന ഒരു സാധാരണ യൂസ് ചെയ്യുന്ന ലിപ് ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ നെക്സ്റ്റ് നമുക്ക് മോയ്സ്ചറൈസറിലോട്ട് കിടക്കാം. ഓക്കെ, ഇതും പിൽഗ്രിമിൻ്റെ നിയാസിനമൈഡ് ആൻഡ് വിറ്റമിൻ സി ഗ്ലോ മോയ്സ്ചറൈസർ. എനിക്ക് എടുത്താൽ എനിക്ക് കൃഷ്ണ ഗിഫ്റ്റ് ചെയ്ത സാധനം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എനിക്ക് കൃഷ്ണ ഗിഫ്റ്റ് ചെയ്തു. പിന്നെ റെറ്റിനോളും ഓർഡിനറിയൊക്കെ എൻ്റെ ചേച്ചിയിലും റെറ്റിനോളും ചേച്ചി ഗിഫ്റ്റ്. പിന്നെ 2 ടോണറും എൻ്റെ ചേച്ചിൻ്റെ ഐസ്ക്രീമും പിന്നെ പൈനാപ്പിൾ സിറപ്പൊക്കെ ഞാൻ വാങ്ങിയതും. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. മാക്സിമം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ ചൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ബട്ട് നോ വട്ട് ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ നല്ലതാണ്. ലൈക്ക് എനിക്ക് 2-3 വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ് ആണ്. സോ നമുക്ക് ക്യാഷ് വന്നിട്ട് വാങ്ങിയിട്ട് റിവ്യൂ ഇടാം. ഓക്കെ, ഇപ്പം നമുക്കതിനുള്ള മണിയില്ല. മണി എന്താ കുറച്ച് എന്താ പറയണ്ടേ, ജസ്റ്റ് കൊറിയൻ സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലൈക്ക് എല്ലാം ഒരു 2000 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ദുട്ട് വന്നിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം. ഓക്കെ, 2-3 സാധനങ്ങളുണ്ട്. ഞാൻ ലിപ്സിന് ബോറോലിൻ നല്ലതാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നൊരു ഓയിൽമെൻറ്റ് പോലത്തെ സാധനം, അത് നല്ലതാണ്. എൻ്റെ ചേച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയപ്പോൾ അതാണ് യൂസ് ചെയ്തത്. ഞാൻ വാസിലാണ് യൂസ് ചെയ്യുന്നത്. ഈ നല്ല രീതിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഫാനിട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരും. അതുകൊണ്ട് നമുക്ക് ഫാൻ ഇടണ്ട. ആൻഡ് ഇത്രേ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഓക്കെ, ഞാൻ അല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രാത്രിയിലൊരു ഡൗട്ട് ആവുന്നതുകൊണ്ട് ഞാൻ ലൈറ്റ് എടുത്ത് വച്ചിരിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കണം. എന്നാലും അതിന് നമുക്ക് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇല്ല. ഇതാണ് എൻ്റെ സ്കിൻ. ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ ഇതാണ്. ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ ഇപ്പം എൻ്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതോ
എനിക്കൊരു സ്വഭാവമുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുരുവെന്ന് വരുന്ന ടൈപ്പല്ലായിരുന്നു. അപ്പം എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അടുത്ത് എപ്പോഴും പറയും എനിക്ക് വളരെ പിമ്പിൾസ് വന്നു. എനിക്ക് ഈ ഇടയായിട്ടാണ് ഇങ്ങനെയുള്ള പിമ്പിൾസ് വരുന്നത്. അതിന് മുമ്പ് എനിക്കൊരു ടൈം മാത്രമേ ഉള്ളൂ പിമ്പിൾസ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ചെറുതിലെ നുള്ളിക്കളിച്ച പാരം ഉണ്ടായിരുന്നു. അതിവിടെ ഇപ്പോഴും ഉണ്ട്. അത് മായാത്ത ഓർമ്മകളായിട്ട് എൻ്റെ ഫേസിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് മായ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ കണ്ടോട്ടെ. എൻ്റെ സ്കിൻ കെയർ ടെക്നിക്സ്. പക്ഷേ ഞാൻ വീക്കിൽ നമുക്ക് മാസ്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ 2-3 മാസ്ക് കാണിച്ചാൽ ഓക്കെ. തൽക്കാലം നമുക്ക് എന്തുവാ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കൊറിയൻ പ്രോഡക്റ്റ് ഇതാണ്. ഞാൻ മിനിസോന്ന് വാങ്ങിച്ചതാണ്. ലൈക്ക് ഫേസ് മാസ്ക്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്തില്ല. യൂസ് ചെയ്യണം. എത്രയായിരുന്നു? ഇത് 60 രൂപയായിരുന്നു. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രം. ഇതൊരു ഹാൻഡ് മാസ്ക് ആണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ടിപ്സ്. ആൻഡ് നിങ്ങളുടെ സ്കിൻ നല്ല എന്തോന്ന് ടൈനി ആണെങ്കിൽ ഇത് യൂസ് ചെയ്യണം. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 2 ദിവസം വെളിയിൽ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കുന്നെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. കാരണം പിറ്റേ ദിവസം വെയിൽ കൊള്ളാനേ പാടില്ല. ബിക്കോസ് നമ്മൾ നേരത്തെ കാണാൻ ഡാർക്കായി പോകും. നല്ലപോലെ പെട്ടെന്ന് ടൈം അടിക്കും ഇത് യൂസ് ചെയ്തിട്ട് വെയിൽ കറങ്ങി കഴിഞ്ഞു. ആൻഡ് ഡൂയിങ് സ്കിൻ കെയർ ഡസൻറ്റ് മീൻ വെളുത്തിട്ട് പാറുക. ഓക്കെ. ആൻഡ് ഇറ്റ് മീൻസ് നമ്മുടെ സ്കിന്നിന് നമ്മളതിനൊരു കെയർ കൊടുത്ത് ഇതാക്കണം. അല്ലാതെ പിന്നെ നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ റിമൂവ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലാതെ സ്കിൻ കെയർ ചെയ്യൂ വെളുത്തിട്ട് ഇതാക്കൂ എന്നല്ല പറയുന്നത്. ഓക്കെ. സോ മൈൻഡ് ദാറ്റ്. പിന്നെ ആണുങ്ങൾക്കും സ്കിൻ കെയർ ചെയ്യണം. പെണ്ണുങ്ങളും ചെയ്യണം, ആണുങ്ങളും ചെയ്യണം. സ്കിൻ കെയർ ചെയ്യുന്നത് ഒരു ഗേളി തിങ്ങായിട്ട് ചിലവരത് ഇപ്പോഴും കണക്കാക്കുന്നുണ്ട്. സോ എനിക്ക് സ്കിൻ കെയർ ഒന്നും വേണ്ട, ഞാനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേവരുണ്ട്. ബേസിക്കായിട്ടുള്ള തിങ്സ് വെച്ച് ചെയ്യൂ ഗൈസ്. അത് ഇത്രേ പറയത്തുള്ളൂ. പിന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. 2 ഫിംഗർ റൂൾ അല്ലെങ്കിൽ 3 ഫിംഗർ റൂൾ. സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ് തിങ്. ആൻഡ് ഞാനൊന്ന് കാണിച്ചില്ലേ ഫോക്സ്റ്റൈൽ. അതിട്ടപ്പോഴത്തേക്കും എനിക്ക് നേരത്തെ സൺസ്ക്രീൻ ഇടുന്നതിനേക്കാളും ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് ടാൻ അടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഫോക്സ്റ്റൈൽ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് എ മസ്റ്റ് തിങ് ടു ബൈ ഫോക്സ്റ്റൈൽ. ഞാൻ ജസ്റ്റ് ഒരു അപ്രതീക്ഷിതമായിട്ട് വാങ്ങിച്ച സാധനമാണ്. പക്ഷെ എനിക്കത് ഗുണകരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത്. ആൻഡ് കുറച്ച് വണ്ണം വെച്ചു. ഇത് കുറയ്ക്കാമെന്ന് എനിക്ക് താല്പര്യമില്ല. അത് ബാംഗ്ലൂരിൽ നിൽക്കുന്നത് അതുകൊണ്ട് തനിയെ കുറേ പോയിക്കോളും. സോ ഡോണ്ട് വറി. ആൻഡ് റൂം ടൂർ ഞാൻ ഉടനെ ചെയ്യാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ലൈക്ക് ചെയ്യാതെ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.